സർപ്പത്തിനും പിതൃക്കൾക്കും ഒക്കെ പറയണത് കഠിനമായ ദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറുന്ന. മനസ്സിലായി? കഠിന ദോഷങ്ങൾ വരുന്നത് പോലും സർപ്പവും പിതൃക്കളും കാവലുണ്ടെങ്കിൽ മാറും എന്നാണ് പറയുന്നത്. അത് ഹൈന്ദവത്തിൽ മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ്. ക്രിസ്ത്യൻ ഇതില് എനിക്കറിയാം. പ്രശ്നം വെക്കുമ്പോൾ ഞാൻ ചോദിക്കും, കുർബാന നടത്തിയില്ലേ എന്ന് ചോദിക്കും. അതിന് അധികം ചെലവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയും അവര്. എന്നാ ഒരു കുർബാന നടത്തിക്കോളൂ എന്ന് പറയും. ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ വരുമല്ലോ, അപ്പൊ നമ്മൾ ആ ക്രിസ്ത്യൻ വഴിപാടാണ് നമ്മൾ എഴുതി കൊടുക്കണത്. ഇപ്പൊ അവരോട് പോയിട്ട് മറ്റേ ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്നിരിക്കും, ആരെങ്കിലും കൊണ്ടിട്ട് അവർ നടത്തിയെന്നിരിക്കും. അതിലൊക്കെ ഉപരി അവിടെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഒരു കുർബാന, മരിച്ചവരുടെ പേരും മരിച്ച നക്ഷത്രവും, അവിടെ നക്ഷത്രവും ഇതൊന്നും പറയുന്നില്ല, ആ പേരിൽ അങ്ങോട്ട് ഇന്ന ആളുടെ കുർബാന. ശരിക്കും ജീവിച്ചിരിക്കുന്നവർ ചെന്നത് നടത്തുമോ ആ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു കുർബാന ഈ മുസ്ലിം മതത്തിലെ ഏതാണെന്ന് എനിക്ക് അറിയില്ല. അവർ ചിലപ്പോ യാസീനോ അതോ ഇതോ ഒക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. പിന്നെ വരുന്നവരോട് നമ്മൾ ഹിന്ദുമത പ്രകാരമുള്ള പ്രാർത്ഥനകൾ പറയുക ചെയ്യണത്. ഇപ്പൊ എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളെയൊക്കെ കുഞ്ഞുനാള് തൊട്ട് ഇങ്ങനെ ഭയങ്കര പൊന്നുപോലെ ഉള്ളം കയ്യിലെടുത്ത് വളർത്തിയ ആളാണ്. സുന്ദരിയായിരുന്നു ആള്, എൻ്റെ അമ്മയുടെ അമ്മ. അപ്പോ ഞങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ഇന്നും ആ സെറ്റിയിൽ ഇരിക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാൽ എൻ്റെ മുത്തശ്ശിയുടെ പേരിൽ ഒരു വഴിപാട് ഞാൻ നടത്തും. എത്രയോ വർഷമായി മരിച്ചിട്ട്, എത്രയോ വർഷമായി. എൻ്റെ അപ്പൂപ്പൻ, അതായത് മുത്തശ്ശനെന്നും പറയാം, പിതൃക്കളല്ലേ അത്. അപ്പൊ ആ മുത്തശ്ശൻ മരിച്ചിട്ട് അത് ഞാൻ 7ാം ക്ലാസ്സിലും കണ്ട് പഠിക്കുമ്പോഴാണ്. അപ്പോ ആ മുത്തശ്ശന് വേണ്ടി നമ്മള് മരിച്ച ദിവസം നമുക്കറിയില്ലെങ്കിലും ആ പേര് പറഞ്ഞ് നമ്മൾ ഒരു പിതൃ നമസ്കാരം നടത്തും. അപ്പൊ അതിന്റെ ഒരു ഉത്സാഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷമാണ്. അതാണ്. അപ്പോൾ പിതൃക്കളെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.